ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്കും എൻ.ഡി.എ സഖ്യത്തിനും പ്രതീക്ഷ കർണാടകയിൽ മാത്രമെന്ന് വ്യക്തമാക്കി ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലം പുറത്തുവന്നിരിക്കുകയാണ്. കർണാടകയിലെ 28 ലോക്സഭാ സീറ്റുകളിൽ 24ലും ബി.ജെ.പി നേതൃത്വം നൽകുന്ന എൻ.ഡി.എ മുന്നണി വിജയിക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യം ഇവിടെ 4 സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. എന്നാൽ മറ്റു പ്രധാന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലും തെലങ്കാനയിലും ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ടെന്നും സർവേ പറയുന്നുണ്ട്. ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി ശക്തമായ മത്സരം കാഴ്ചവെക്കുകയും ഭൂരിപക്ഷം സീറ്റുകൾ നേടുകയും ചെയ്യുമെന്നാണ് സർവേ ഫലങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കർണാടകയിൽ ബി.ജെ.പി 53% വോട്ട് വിഹിതം നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. ഇത് 2019 സമാനമാണ്. പ്രതിപക്ഷ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് 42% വോട്ട് വിഹിതം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ 28ൽ 25 സീറ്റുകൾ നേടി ബി.ജെ.പി മികച്ച വിജയം തന്നെ നേടിയിരുന്നു. അന്ന് കോൺഗ്രസിന് 1 സീറ്റ് മാത്രമാണ് നേടാനായത്. ജനതാദൾ സെക്കുലർ 1 സീറ്റും നേടിയിരുന്നു. ബി.ജെ.പി ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന തെലങ്കാനയിൽ പ്രതീക്ഷിച്ച നേട്ടം അവർക്കുണ്ടാക്കാൻ കഴിയില്ലെന്നാണ് സർവേ പറയുന്നത്. തെലങ്കാനയിൽ ആദ്യമായി അധികാരത്തിലെത്തിയ ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് സൂചന. തെലങ്കാനയിലെ 17 ലോക്സഭാ സീറ്റുകളിൽ 10ലും കോൺഗ്രസ് വിജയിക്കുമെന്നും എൻ.ഡി.എ 3 നേടുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഭാരത് രാഷ്ട്ര സമിതിക്ക് 3 സീറ്റുകൾ മാത്രം നേടുമെന്നും അഭിപ്രായ സർവേ പ്രവചിക്കുന്നുണ്ട്. അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMന് 1 സീറ്റ് ലഭിച്ചേക്കും. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17ൽ 9 സീറ്റും BRS നേടിയപ്പോൾ ബി.ജെ.പിയും കോൺഗ്രസും യഥാക്രമം 4ഉം 3ഉം സീറ്റുകൾ നേടിയിരുന്നു. തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന് സമ്പൂർണ്ണ വിജയമാണ് സർവേ പ്രവചിക്കുന്നത്. സംസ്ഥാനത്തെ 39 ലോക്സഭാ സീറ്റുകളിലും പ്രതിപക്ഷം വിജയിക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഈ വർഷവും എൻ.ഡി.എക്ക് ഇവിടെ 1 സീറ്റ് പോലും നേടാൻ കഴിയില്ലെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വമ്പിച്ച പ്രതിഷേധത്തിന് മുൻനിരയിൽ നിൽക്കുന്ന DMK ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ സീറ്റുകളിൽ 17ലും മുൻ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള തെലുഗുദേശം പാർട്ടി വിജയിക്കുമെന്ന് മൂഡ് ഓഫ് ദി നേഷൻ സർവേ പ്രവചിക്കുന്നുണ്ട്. മറുവശത്ത് ഭരണകക്ഷിയായ YSRCP ഈ വർഷം 8 ലോക്സഭാ സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സർവേയിൽ പറയുന്നു. ഈ വർഷം സംസ്ഥാനത്ത് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എക്കും പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തിനും ഇവിടെ സീറ്റുകളൊന്നും ലഭിച്ചേക്കില്ല എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്.